നമസ്കാരം. പഞ്ചായത്ത് അംഗം തുടങ്ങുകയാണ്. നമ്മുടെ നാട്ടിലെ പോരാണ്. നാട്ടംഗങ്ങൾക്ക് വീറു പണ്ടേ കൂടുതലാണ്. കളരിയുടെയും തറിയുടെയും തിറയുടെയും ഒക്കെ പാരമ്പര്യമുള്ള കണ്ണൂരിലാണ് ഞാൻ പഞ്ചായത്ത് അംഗവുമായി നിൽക്കുന്നത്. നമ്മളോടൊപ്പം നാട്ടുകാരിവിടെയുണ്ട്. അതിഥികളെ കൂടി നമുക്ക് പരിചയപ്പെടാം. കോൺഗ്രസിൽ നിന്ന് ശ്രീ റിജിൽ മാക്കുറ്റി, ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ശ്രീ വി.കെ. സനോജ CPM-ൽ നിന്ന്, അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ BJP-യിൽ നിന്ന്. ഈ 3 പേരുമാണ് നമ്മളോടൊപ്പം തത്സമയം ഈ ചർച്ചയിൽ ചേരുന്നത്. ഒപ്പം അതിഥികളായി നാട്ടുകാർ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. തീപാറുന്ന പോരാട്ടം നടക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ 5-1 എന്നുള്ളതാണ്. ആ 1 കോൺഗ്രസിന്റെ അഭിമാന പോരാട്ടം നടക്കുന്ന ഇടമാണ്. അതുകൂടി വെട്ടിപ്പിടിക്കുമെന്നുള്ളതാണ് CPM-ന്റെ ഇത്തവണത്തെ അവകാശവാദം. പക്ഷേ നിങ്ങൾ എവിടെ എന്ത് വിജയം കൊയ്താലും കണ്ണൂരിൽ നിങ്ങളുടെ പാർട്ടി കോട്ടയാണെന്ന് പറയുകയാണെങ്കിൽ കോർപ്പറേഷൻ ഞങ്ങളുടെ കോട്ടയാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസവും അവകാശവാദവും. BJP വലിയ പോരുമായി തന്നെ രംഗത്തുണ്ട്. സ്ഥാനാർത്ഥികളുടെ മികവ്, അതിനൊപ്പം തന്നെ ഇന്ന് സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ സംഘടനാ സംവിധാനവും ഉപയോഗിച്ച് വിപുലമായ പോരിനിറങ്ങുകയാണ് BJP ഇത്തവണ. നമുക്ക് അതിഥികളിലേക്ക് പോകാം. റിജിൽ, കോട്ട കാക്കുമോ? UDF-ന്റെ കോട്ടയാണ് കണ്ണൂർ കോർപ്പറേഷൻ. ഒരു തർക്കവുമില്ല. കഴിഞ്ഞതിനേക്കാളും വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണ ഞങ്ങൾ നേടും. ആ രൂപത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം, കോർപ്പറേഷനകത്ത് വികസനവും ഏകദേശം 718 കോടിയുടെ വികസനങ്ങൾ ഈ കോർപ്പറേഷനകത്ത് 5 വർഷക്കാലം ഇടതുപക്ഷ സർക്കാരിൻ്റെ എല്ലാ തരത്തിലുള്ള ആ കോർപ്പറേഷനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴും ആ വികസനങ്ങൾ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ ആത്മവിശ്വാസം എന്തുകൊണ്ട് കണ്ണൂർ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും? കണ്ണൂർ 718 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു കോർപ്പറേഷൻ എന്ന നിലയിലും, അതോടൊപ്പം തന്നെ ഇന്ന് കേരളത്തിലെ ഭരിക്കുന്ന സർക്കാരുകളും രാജ്യം ഭരിക്കുന്ന സർക്കാരുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെയൊക്കെ ഈ തെരഞ്ഞെടുപ്പിലെമ്പാടും വലിയ പ്രതിഷേധങ്ങളുണ്ടാവും. ആ പ്രതിഷേധം തെരഞ്ഞെടുപ്പ് കോർപ്പറേഷൻ മാത്രമല്ല, കണ്ണൂർ ജില്ലയിലാകെ വലിയ മുന്നേറ്റം ഐക്യ ജനാധിപത്യ മുന്നണി സ്വീകരിക്കും. കാരണം കണ്ണൂർ കോർപ്പറേഷൻ മാത്രമല്ല, പഞ്ചായത്തുകളുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്. ഇത്തരം എല്ലാ മേഖലകളിലും വലിയ മുന്നേറ്റം കണ്ണൂരിലുണ്ടാവും. ഓക്കെ സനോജ്, നമ്മൾ ഈ തിരുവനന്തപുരത്തൊക്കെ നോക്കുമ്പോഴേ കണ്ണൂർ എന്ന് പറഞ്ഞാൽ അത് പാർട്ടിയുടെ കോട്ടയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ അത് കോർപ്പറേഷൻ അറിയാമല്ലോ, കഴിഞ്ഞ തവണയൊക്കെ കോൺഗ്രസിന്റെ ആധിപത്യമാണ്. അത് നിങ്ങൾക്ക് പിടിക്കാൻ സാധിക്കുമോ? 5-1 എന്നുള്ളത് 6. ഒരു സംശയവുമില്ല, ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ഇവരുടെ കോട്ടയാണെങ്കിൽ അത് പൊളിച്ചിരിക്കും. കണ്ണൂർ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഞങ്ങളുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്, ഞങ്ങൾ ഇത്തവണ വോട്ടർമാരെ സമീപിക്കുമ്പോൾ, അത് ഏത് വിഭാഗം ജനങ്ങളെ സമീപിക്കുമ്പോഴും ഞങ്ങൾക്ക് നിരവധി കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയും. വെറും വാഗ്ദാനങ്ങളല്ല, ഞങ്ങൾ ഇന്നേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയലല്ല, ഇതാ ചെയ്ത കാര്യങ്ങൾ എന്ന് തൊട്ട് കാണിക്കാൻ വേണ്ടി കഴിയും. അത് നാട്ടിലെ സ്കൂളുകൾ കാണിക്കാൻ വേണ്ടി കഴിയും, നാട്ടിലെ പാലം കാണിക്കാൻ വേണ്ടി കഴിയും, റോഡ് കാണിക്കാൻ വേണ്ടി കഴിയും, ആശുപത്രി കാണിക്കാൻ വേണ്ടി കഴിയും, സ്റ്റേഡിയം കാണിക്കാൻ വേണ്ടി കഴിയും എന്ന് വേണ്ട അവരുടെ ക്ഷേമ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2500 കിട്ടുന്നു, അല്ലെങ്കിൽ 1000 രൂപ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നു, അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായി തൊട്ട് കാണിക്കാൻ വേണ്ടി കഴിഞ്ഞ നിങ്ങൾ 4 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോൾ ഇതുണ്ടായിരുന്നില്ലേ? ഇതുപോലെ തൊട്ട് കാണിക്കാനുള്ള വികസനം ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ തവണ? ഉണ്ടായല്ലോ. പക്ഷേ കണ്ണൂർ കോൺഗ്രസ് ആണ് കൊണ്ടുവരുന്നത്. അതാ പറഞ്ഞത്, പൊളിയാത്ത കോട്ടകൾ ഇല്ല. അതുകൊണ്ട് കണ്ണൂർ നേരത്തെ ജനങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ തെറ്റ് തിരുത്തുന്ന അനുഭവമായിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ. VP ശ്രീപത്മനാഭൻ, കണ്ണൂരിൽ എന്താണ് പ്രതീക്ഷ BJP-യുടേത്? വലിയ പോര് ഞങ്ങൾ തമ്മിലാണെന്നാണ് അവർ രണ്ടുപേരും അവകാശപ്പെടുന്നത്. കേരളത്തിലെ എല്ലാ നഗരസഭകളും നേരിടുന്നത് 3-4 പ്രശ്നങ്ങളാണ്. മാലിന്യ സംസ്കരണം, മലിനജലം, മഴ പെയ്താലുള്ള വെള്ളക്കെട്ട്, തെരുവ് നായ ശല്യം. ഇത് കണ്ണൂരില്ലേ? ഇത് CPM ഭരിക്കുന്ന അല്ലെ ഇടതുപക്ഷം ഭരിക്കുന്ന 4 കോർപ്പറേഷനും 5 കോർപ്പറേഷനും ഇല്ലേ? അപ്പോൾ എല്ലാ കോർപ്പറേഷനിലും ഈ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഈ 2 കൂട്ടരുടെയും ഭരണം പരാജയമാണ്. ഇതിന് ഒരു മറുപടി കേരളത്തിലെ ജനങ്ങൾ തൃശ്ശൂരിൽ കണ്ടതുപോലെ കാണും. പിന്നെ താങ്കൾ പറഞ്ഞു ഇവിടെ പ്രാദേശിക വിഷയം സംസാരിക്കണമെന്ന്. നിങ്ങൾ മാധ്യമങ്ങൾ ഇന്നലെ മുഴുവൻ സംസാരിച്ച ശബരിമലയല്ലേ? നിങ്ങൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ? അപ്പോൾ എല്ലാ വിഷയവും ചർച്ച ചെയ്യപ്പെടും. ആ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളും ചർച്ച ചെയ്യുന്നത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഈ എന്താ പറയുക മുറ്റത്ത് വെച്ചിട്ട് ചർച്ച ചെയ്യുന്ന ശബരിമല. കാരണം അതിന് പ്രസക്തി ഉള്ളത് കൊണ്ടാണ്. ഇന്ന് നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ്. കാരണം അതിന് ഇന്ന് പ്രസക്തിയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് രാത്രി ചിലപ്പോൾ അങ്ങ് ഒരു അറസ്റ്റിലാവുന്നതാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഇതെല്ലാം കേരളം ചർച്ച ചെയ്യും. ഈ എല്ലാ വിഷയവും ഈ പഞ്ചായത്ത് ഇലക്ഷൻ ചർച്ചയാവും. ഇന്നലെ വരെ UDF-ന്റെ പ്രതിനിധി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയില്ല, പെൺകുട്ടി പരാതി കൊടുത്തിട്ടില്ല. ഇന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജിവെക്കാൻ പറയോ? അതുമാത്രമല്ല, നിങ്ങളുടെ നേതാവായിട്ടുള്ള K. സുധാകരൻ പറഞ്ഞിട്ടുള്ളത് ഒരു ഫോൺ സംഭാഷണം പ്രതിനിധി കേട്ടോന്ന് എനിക്കറിയില്ല, എല്ലാം ഇഗ്നോർ ചെയ്യുന്ന. എന്താണ് ഇഗ്നോർ ചെയ്യേണ്ടത്? ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ അയാളെ പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന്
ആ അതിജീവത പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടി തീർച്ചയായും പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഇത്തരത്തിൽ ആരോപണ വിധേയരായ ആളുകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്ന് വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. MLA രാജിവെക്കുവോ? അതൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി വരുന്ന ദിവസങ്ങൾ ഏത് രൂപത്തിലേക്ക് കൈകാര്യം ചെയ്ത് പാർട്ടി തീരുമാനിക്കും. പാർട്ടിയുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് എങ്ങനെ എത്തുന്നത്? ഇഗ്നോർ ചെയ്യേണ്ട പരാതിയാണെന്ന തീരുമാനത്തിലേക്ക് തീവ്രത ഇളക്കാതെ എത്തുമോ? ഞങ്ങളെ ഇഗ്നോർ ചെയ്യില്ല. പരാതി ഇതുവരെ പരാതി ഉണ്ടായിട്ടില്ലല്ലോ. പരാതി വന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ട് പരാതി വന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമപരമായി നോക്കട്ടെ. നമുക്കിപ്പം ശബരിമലയും രാഹുൽ മാങ്കൂട്ടത്തിനെക്കാട്ടിയും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് പ്രാദേശിക കാര്യങ്ങളാണ്. ഈ പ്രാദേശിക കാര്യം നോക്കുവാണെങ്കിൽ NRI സാജൻ ആന്തൂറിൽ മരണപ്പെട്ടു. ADM നവീൻ ബാബു ഈ അടുത്ത് മരണപ്പെട്ടു. BLO ഇപ്പോൾ അനീഷ് ജോർജ് പയ്യന്നൂർ മരണപ്പെട്ടു. ഇതൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ CPMൻ്റെ ഭരണ മികവ് കൊണ്ട് നടന്ന കാര്യങ്ങളാണ്. അപ്പം ഇത് തുടരാൻ വേണ്ടിയിട്ടാണോ വീണ്ടും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ടതെന്ന് ഒരു ചോദ്യം. രണ്ടാമത്തത്, ഇതേ ADM നവീൻ ബാബുവിൻ്റെ കേസ് അന്വേഷിച്ച ACP ഇപ്പം LDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. അതും ഇതേ കണ്ണൂരിൽ പ്രാദേശിക തലത്തിലാണ്. അപ്പോൾ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സുഹൃത്തെ, നവീൻ ബാബുവിൻ്റെ കേസൊക്കെ എന്താണെന്ന് ആളുകൾക്ക് അറിയാം. വെറുതെ ഈ ചർച്ച മുഴുവൻ അതിലേക്ക് കൊണ്ടുപോയിട്ട് എന്നെ ആ വഴിയിലേക്ക് നടത്താൻ നോക്കേണ്ടതില്ല. പിന്നെ ഇവിടെ റിട്ടയർ ചെയ്ത പല ആളുകളും മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹം അത്ര മോശം ആളൊന്നുമില്ല. അദ്ദേഹം അവിടെ മത്സരിക്കും, ഇടതുപക്ഷം അയാൾ അംഗീകരിക്കുന്നുണ്ട്, അയാൾ ജയിക്കുകയും ചെയ്യും. ഒരു സംശയം വേണ്ട. ബാബു എന്ന് പറയുന്ന മരണം അത് ഒരു സ്വാഭാവിക മരണമല്ല. CPMന്റെ നേതാവും ജില്ലാ പഞ്ചായത്ത് മെമ്പറും അദ്ദേഹത്തെ ആക്ഷേപിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ്. ആന്തൂരിൽ നോമിനേഷൻ കൊടുക്കാൻ പോലും ആളുണ്ടായിട്ടില്ലല്ലോ. ആന്തൂര് പാർട്ടി കോട്ടയാണ് പറയുന്നു. നിങ്ങൾ ഏകപക്ഷീയമായി ഡിവിഷനിലും ഏകപക്ഷീയമായി നിൽക്കുന്ന ആന്തൂര് ഇന്ന് അവിടെ നോമിനേഷൻ ഉണ്ട്. അതുകൊണ്ടൊരു കാര്യം പറയട്ടെ, ഈ ആന്തൂർ ഉൾപ്പെടെയുള്ള പ്രദേശം തളിപ്പറമ്പ് MV ഗോവിന്ദന്റെ മണ്ഡലം അവിടെ K സുധാകരൻ 1000-ന് മുകളിൽ ഈ ആന്തൂർ. അതൊന്നും പറഞ്ഞ് പേടിപ്പിക്കണ്ട. ശബരിമല സ്വർണ്ണക്കടത്ത് വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ചർച്ച നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം കാണുന്നു. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് വിശ്വാസികൾക്കും അതുപോലെ തന്നെ ജനാധിപത്യ വിശ്വാസികൾക്കും BJP നൽകുന്ന പ്രതീക്ഷ എന്താ? അല്ല, മോഷണം എവിടെയാണെങ്കിലും മോഷണമാണ്. പക്ഷേ സർക്കാർ തലത്തിൽ നമ്മളുടെ വിശ്വാസി സമൂഹം കൊണ്ടുപോയി ചെരിയുന്ന പണവും സ്വർണവും മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിഗുരുതരമായ ഒരു തെറ്റാണ്. ശബരിമലയെ തകർക്കാനുള്ള ശ്രമം 2018 മുതൽ ആരംഭിച്ചതാണ്. അന്ന് പ്രളയം വന്നപ്പോൾ, 19 പ്രളയം വന്നപ്പോൾ, 20 കോവിഡ് വന്നപ്പോൾ, ഭക്തജനങ്ങൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യമുണ്ടായപ്പോൾ ആ ഒരു അവസരം മുതലാക്കിയിട്ടാണ് ഈ ലക്ഷക്കണക്കിന് രൂപയുടെ കൊള്ള അവിടെ നടന്നിട്ടുള്ളത്. അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ CPMകാരാണ്. വാസു CPM ആണ്. പത്മകുമാർ 30ാമത്തെ വയസ്സിൽ CPMൻ്റെ MLA ആയ ആളാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇത് വിഷയമാണ്. CPM ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാവും. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇവിടുത്തെ ആ ഓടകളിൽ മലിനജലം കെട്ടിക്കിടക്കുകയാണ്. ഇവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനമില്ല. അത് തിരുവനന്തപുരത്തായാലുമില്ല, എറണാകുളത്ത് ബ്രഹ്മപുരത്തായാലുമില്ല, ഞെളിയമ്പറമ്പിലായാലുമില്ല, ഇവിടെ ചേലോറയിലായാലുമില്ല. 2 ഉദ്ഘാടനം കഴിഞ്ഞു. 2 കമ്പനിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ അഡ്വാൻസുമായി മുങ്ങി. 2ന്റെ പേരിലും കേസാണ്. എന്താ വ്യത്യാസം? തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള കോർപ്പറേഷനിൽ എന്താ വ്യത്യാസം? കണ്ണൂരിലെ കോർപ്പറേഷൻ്റെ വികസനത്തെക്കുറിച്ച്, നിങ്ങളുടെ ഇപ്പം നടന്നു പോകുന്ന വികസനത്തെക്കുറിച്ചുള്ള ഒരു വിശകലനം ഒന്ന് പറയാൻ പറ്റുമോ? അത് നല്ല ചോദ്യമായി പോയി കേട്ടോ. അത് ഗംഭീര ചോദ്യമായി പോയി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 83 പാവപ്പെട്ട ദരിദ്രരായ ആളുകൾക്ക് വീടെടുക്കുന്നതിന് വേണ്ടി അവരുടെ സ്ഥലം അവരുടെ പേരിൽ രേഖ തീർത്ത് അവർക്ക് മുഴുവൻ രേഖ കൊടുത്ത ഒരു കോർപ്പറേഷനാണ് ഈ കോർപ്പറേഷൻ. അതോടൊപ്പം തന്നെ ഭവന നിർമ്മാണത്തിന് 67 കോടി. അങ്ങനെ എല്ലാ തലങ്ങളിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷനെ അഴിമതി എന്ന് പറയുന്നത് ഇപ്പോൾ CPMൻ്റെ സനോജ് പറഞ്ഞത് കണ്ണൂർ സ്റ്റേഡിയം എന്താ, ഈ സ്റ്റേഡിയത്തിലാണ് സനോജ് സൂപ്പർ ലീഗ് നടക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ആ സൂപ്പർ ലീഗ് കാണാൻ ഇവിടെ വരുന്നത്. സൂപ്പർ ലീഗിന്റെ സംഘാടകർ പറയും സൗകര്യമില്ലാത്ത സ്റ്റേഡിയത്തിൽ നടക്കില്ല. സ്വാഭാവികമായും അതിനകത്ത് ഒരു സാധ്യതയില്ലെങ്കിൽ അവിടെ മത്സരം നടക്കും. ആയിരക്കണക്കിന് ആളുകൾ അവിടെ തിങ്ങിക്കൂടുന്നില്ലേ? വെറുതെ പറ്റുമോ? നിങ്ങൾ പറയുന്ന വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട വിഷയം പയ്യാമ്പലം ശ്മശാനത്തിൽ കോർപ്പറേഷനിൽ ആ കൂടിയുള്ള ഒരു ശ്മശാനം ഉള്ളത് പയ്യാമ്പലം ശ്മശാനാണ്. അപ്പം അവിടെ ഈ പയ്യാമ്പലം കേരളത്തിലുടനീളം ഇത്രയും വൃത്തികെട്ട രീതിയിൽ പരിപാലിക്കുന്ന മറ്റൊരു ശ്മശാനവും ഇല്ല പയ്യാമ്പലം പോലെ. തൊട്ടടുത്ത കോഴിക്കോട് ജില്ല
ആ ശ്മശാനത്തിന്റെ 4 അയലത്ത് വെക്കാനില്ല കണ്ണൂരിലെ പയ്യാമ്പലം ശ്മശാനം. ശരി. റിജിൽ, ഇവിടെ പയ്യാമ്പലം- ഒരു മിനിറ്റ് പറഞ്ഞു പൂർത്തിയാക്കിയില്ല. പാരമ്പര്യ രീതിയിലാണ് ഇപ്പം ഇവിടെ ശവസംസ്കാരം നടക്കുന്നത്. പാരമ്പര്യ രീതിയിൽ മാത്രമേ സംസ്കാരം നടക്കുന്നുള്ളൂ. മഴക്കാലമായാൽ അവിടെ സംസ്കരിക്കാൻ പറ്റുന്നില്ല. ശവസംസ്കാരത്തിനുള്ള വേദിയില്ല. 30 കുഴികൾ, ശവക്കുഴികളാണ് അവിടെ ഉള്ളത്. ഈ 30 കുഴികളിൽ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് 4 ഷീറ്റാണ് ഉള്ളത്. അപ്പൊ ഒരു കാര്യം പറയാം. 2021 ഈ കമ്പനിക്ക് കൊടുക്കുന്ന സമയത്ത് പാരമ്പര്യ രീതിയിൽ സംസ്കാരം നടത്തണോ വേണ്ടിയോ? സംസ്കാരം നടത്തണോ വേണ്ടിയോ? പറ. പാരമ്പര്യ രീതിയിൽ വേണോ വേണ്ടിയോ? BJP പറ. അവിടെ പയ്യാമ്പലത്ത് പാരമ്പര്യ രീതിയിൽ സംസ്കാരം നടത്തണ്ടെന്ന് നിങ്ങൾ പറ. നിങ്ങൾ പറ. റിജിൽ മാക്കുറ്റി, ആ സ്റ്റേഡിയം ഭയങ്കര മെച്ചപ്പെട്ട സ്റ്റേഡിയമാണെന്നാണ് പറഞ്ഞത്. ഇത് ഇവിടുത്തെ ഫുട്ബോൾ താരങ്ങളും അല്ലെങ്കിൽ കായിക താരങ്ങളൊക്കെ കേട്ടാൽ എന്താണ് റിജിലിനെ കുറിച്ച് കാണുന്ന ഒരു കാര്യത്തെ കുറിച്ച്, നേരെ കാണുന്ന ഒരു കാര്യത്തെ കുറിച്ച് കളവ് പറഞ്ഞ പിന്നെ എന്ത് പറയാം? സ്റ്റേഡിയമായി കഴിഞ്ഞാലും ശ്മശാനമായി കഴിഞ്ഞാലും കണ്ണൂർ കോർപ്പറേഷൻ റോഡായി കഴിഞ്ഞാലും കണ്ണൂരിലെ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് ആയി കഴിഞ്ഞാലും ഒന്നും ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ UDF ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. ഈ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് പിണറായിയടക്കം നിങ്ങൾക്ക് വോട്ട് കൂടുതൽ കിട്ടി. അത് നിങ്ങൾ ആവർത്തിക്കുമെന്നതായിരുന്നു നിങ്ങളുടെ ആത്മവിശ്വാസ പ്രഖ്യാപനം. ഇത്തവണ എങ്ങനെയായിരിക്കും? സംസാരിക്കട്ടെ അദ്ദേഹം. കേരളത്തിൽ ഞാൻ അതിന് ഉത്തരം പറയാം. കേരളത്തിൽ 2 സ്മാർട്ട് സിറ്റി ഉണ്ട്, അറിയോ? ഈ 2 സ്മാർട്ട് സിറ്റിയിലും ഡാഷ്ബോർഡ് ഇല്ല. ഇന്ത്യയിൽ ഡാഷ്ബോർഡ് ഇല്ലാത്ത സ്മാർട്ട് സിറ്റി കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം ആ ഡാഷ്ബോർഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ നഗരത്തിൻ്റെ മുക്കിലും മൂലയിലും നടക്കുന്ന എല്ലാം കാണാൻ സാധിക്കും അധികൃതർക്ക്. എന്നാൽ ഡാഷ്ബോർഡ് എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയില്ല. കാരണം ഇത് നടപ്പിലാക്കിയിട്ടില്ല. മലിനജലം സംസ്കരിക്കാൻ കേരളത്തിൽ ഏതെങ്കിലും ഒരു നഗരസഭയിൽ പ്ലാന്റ് ഉണ്ടോ? തിരുവനന്തപുരത്ത് പാർവതി പുത്തനാറും അതുപോലെ തന്നെ ആമയിഞ്ചാൻ തോടിലേക്ക് തള്ളിവിടും. കോഴിക്കോട് കനോളി കനാലിലേക്ക് തള്ളിവിടും. ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ടെന്നാണ് പറഞ്ഞ് 2 പ്രാവശ്യം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ആരോ എടുത്ത് കുടിക്കുന്നു പറഞ്ഞിട്ട് കുടിക്കല്ലേ, അടിച്ചു പോവും. ദയവീത് കുടിക്കല്ലേ, അടിച്ചു പോവും, ഉറപ്പാണ്. അപ്പോൾ ഇത് കേരളത്തിലെ മൊത്തം പ്രശ്നമാണ്. കേരളത്തിലെ 6 നഗരസഭകളിലും മലിനജലം ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഇല്ല. അങ്ങനെ ഒരു സംവിധാനമില്ല. മലിനജലം ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വെച്ച് അതിൽ നിന്നും വെള്ളം ശുദ്ധീകരിച്ച് ആ വെള്ളം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന 100 കണക്കിന് നഗരസഭകൾ ഈ രാജ്യത്തുണ്ട്. എന്തുകൊണ്ട് കേരളത്തിന് സാധിക്കുന്നില്ല? ഈ 2 കൂട്ടർ ഉത്തരം പറയേണ്ടത്. പാലക്കാടും ഇല്ല കേട്ടോ. പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുമ്പോൾ അവിടെ എന്താണെന്നുള്ളത് ഞങ്ങളൊക്കെ നേരിട്ട് കണ്ടതാ. പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് കരം പിരിച്ചത് ഉണ്ടാക്കാൻ പറ്റൂല. അത് ശരി, മുനിസിപ്പാലിറ്റിക്ക് കരം പിരിച്ചത് ഉണ്ടാക്കാൻ പറ്റൂല. ഇവിടുത്തെ ഏറ്റവും വലിയ ഫണ്ട് 250 കോടി അമൃത് പദ്ധതി. ഞാൻ പിൻവലിക്കാം. പാലക്കാട് പറ്റില്ലേ? ഞങ്ങൾ പാലക്കാട് നിങ്ങളെ ഗവൺമെന്റ് അവാർഡ് കൊടുത്തു. എന്തേ അമൃത് നിങ്ങളെ ഗവൺമെന്റ് അവാർഡ് കൊടുത്തു. അതുകൊണ്ടാണ് നിങ്ങളെ ഗവൺമെന്റ് കേരളത്തിലെ ഏറ്റവും നല്ല കുടിവെള്ള പദ്ധതിക്കുള്ള അവാർഡ് പാലക്കാട് കൊടുത്തു. ആര്? പിണറായി സർക്കാർ കൊടുത്തു. പിണറായി സർക്കാർ കൊടുത്തു. പിണറായി സർക്കാർ കൊടുത്തു. നിങ്ങളുടെ അവാർഡ് കൊടുത്തത് ഞങ്ങളാണ്. പാലക്കാട് 99.3% പദ്ധതി ചെലവാക്കിയതിന് 1ാം സ്ഥാനം നിങ്ങളെ ഗവൺമെന്റ് കൊടുത്തത് ഇത് മുനിസിപ്പാലിറ്റിക്കാ, പാലക്കാട് മുനിസിപ്പാലിറ്റി. അവാർഡ് കൊടുത്തത് നിങ്ങളെ ചേട്ടാ. താങ്ക് യു. കൊടുക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് പാലക്കാട് കാര്യം പറയുമ്പോ പാലക്കാട് കേന്ദ്ര പദ്ധതി ഇല്ലേ? അമൃത് പദ്ധതി ഏറ്റവും നന്നായി നടപ്പിലാക്കിയ അവാർഡ് കൊടുത്തത് നിങ്ങളാ, ഞങ്ങളല്ല. എന്താണ് സംസ്ഥാന സർക്കാരാണ് അവാർഡ് കൊടുത്തത്. കാര്യത്തിലാണ് അവാർഡ് കൊടുത്തത്. പദ്ധതി ഏറ്റവും നന്നായി നടപ്പിലാക്കിയത്. റിജിലിപ്പം ഈ BJP-ക്കാർ വലിയൊരു വെല്ലുവിളി നന്ന അഴിമതി നിങ്ങളാന്ന് ചെയ്യുന്നുള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഡെപ്യൂട്ടി മേയർ ഇന്ദിര എന്ന് പറയുന്ന സ്ത്രീ എന്നെ മേയറാക്കിയിട്ടില്ലെങ്കിൽ അഴിമതി കഥ ഞാൻ പുറത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞത് ഈ മാധ്യമങ്ങളടക്കം ഈ പൊതുസമൂഹം കണ്ടതാണ്.
എപ്പോ എവിടെ ഈ ഉണ്ടയില്ലാതെ ഉണ്ടയില്ലാതെ വെടിയൊന്നല്ല. ബിജെപിക്കാർക്ക് ഒന്നും പറയാം. എവിടെ വെല്ലുവിളിക്കുക ഞങ്ങളുടെ സ്ഥാനാർത്ഥി അങ്ങനെ എവിടെയും വെല്ലുവിളിക്കുന്നു. ഒരു മാധ്യമ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഏത് മാധ്യമം ഞാൻ അതിലേക്കല്ല വന്നത്. സത്യം പറയണം. 2011 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 538 കോടിയാണ് അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടെ നിങ്ങൾ ഭരിക്കുന്ന UDF ഈ കോർപ്പറേഷന് അനുവദിച്ചത്. എത്ര കോടി നിങ്ങൾ ചെലവഴിച്ചു? അമൃത പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങൾ ഞങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ആ നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ പറയുന്നത് 180 കോടി രൂപയുടെ വികസന പദ്ധതികൾ അമൃത പദ്ധതിയുടെ ഭാഗമായി ഈ കണ്ണൂർ കോർപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. അതുൾപ്പെടെയാണ് 718 കോടി രൂപയുടെ ആകെ വികസനമാണ് 5 വർഷക്കാലം ഞങ്ങൾ നടപ്പാക്കിയത്. ഞാൻ പറഞ്ഞത്, നിങ്ങളെ മാതൃഭൂമി ചാനൽ നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഈ നഗരം ഒന്ന് നിരീക്ഷിക്കണം. അല്ലെങ്കിൽ ഒരു രാത്രി നിങ്ങൾ ഈ നഗരം നിരീക്ഷിക്കണം. കേരളത്തിലെ വമ്പൻ നഗരങ്ങൾ, ആ നഗരം നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കണ്ണൂരിന് എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? എന്തെങ്കിലും ഒരു നേട്ടത്തെ കുറിച്ച് കാണിക്കാനുണ്ടോ? നല്ല ലൈറ്റ് ഉണ്ടോ? മൊത്തം ഇരുടാണ്. ഈ സ്റ്റേഡിയത്തിന്റെ ഇത് നോക്കി നിങ്ങൾ എവിടെ ലൈറ്റ് ഉണ്ടോ? ഞാൻ പറയട്ടെ നിങ്ങൾ ഈ വഴിയിൽ കൂടി പോകണം. യഥാർത്ഥ കണ്ണൂർ പോലുള്ള കോർപ്പറേഷനിലെ ജനത ഇതിനേക്കാൾ കൂടുതൽ വികസനം അർഹിക്കുന്നുണ്ട്. ഇവിടെ 1526 കോടി രൂപ അവിടെ മേശപ്പുറത്ത് കിടക്കുക. ഇവർ PM ശ്രീയിൽ ഒപ്പിട്ട് എന്നാൽ പൈസ വാങ്ങിച്ചൂടെ? ഇവിടെ ചോരുന്ന സ്കൂൾ ബിൽഡിങ്ങുകൾ നന്നായിക്കൂടെ? ഏതായാലും നിങ്ങൾ ഒപ്പിട്ട് CPI-ക്കാരെ പറ്റിച്ചിട്ട് പോട്ടെ. ആ പൈസ വാങ്ങിയാലെന്താ? അപ്പോൾ ഇതാണ് ഇവിടെ കേന്ദ്രം എല്ലാ സാമ്പത്തിക സഹായവും സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും മേശപ്പുറത്ത് കിടക്കുകയാണ്. ഇവർ ഒപ്പിട്ട വകയിൽ കിട്ടാനുള്ള 1526 കോടി രൂപ PM ശ്രീയിൽ ഒപ്പിട്ട സ്ഥിതിക്ക് എനിക്ക് ഇവരോട് വിനയത്തോടെ അപേക്ഷിക്കാനുള്ളത്, ദയവ് ചെയ്ത പൈസ വാങ്ങിച്ചിട്ട് അടുത്ത അധ്യയന വർഷത്തിന് മുമ്പെങ്കിലും ഇവിടുത്തെ 336 സർക്കാർ സ്കൂളുകൾ നിങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക ഒരു അപേക്ഷയാണ്. കേന്ദ്രം ഇനിയും ഒരുപാട് പണം തരാനുണ്ട്. കേരളത്തിന്റെ സമരം ചെയ്യേണ്ടി വന്നു. നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തോട് പറഞ്ഞിട്ടുണ്ട് പണം കൊടുക്കൂ എന്ന്. 57,000 കോടി ഇനിയും ബാക്കിയുണ്ട്. 57,000 കോടി ഇനിയും ബാക്കിയുണ്ട്. സുപ്രീം കോടതി പറഞ്ഞല്ലോ കൊടുക്കാൻ. 1500 കോടി ഇതിൽ കിട്ടാനില്ല, PMC-യിൽ കിട്ടാനില്ല. SSKയുടെ ഫണ്ട് അടക്കമാണ്. പ്രതിനിധിയോട് ചോദ്യം, വാങ്ങൂ ചെലവാക്കുന്ന ആയിരുന്നു വീട്ടിൽ നിന്ന് എടുക്കുന്ന പൈസ ഇല്ലല്ലോ. ജനങ്ങളുടെ നികുതി പണാണല്ലോ. ജനങ്ങളുടെ നികുതി പണമല്ലോ. ഒരു സംശയം വേണ്ട. ഞാൻ നിങ്ങൾ അടക്കുന്ന ടാക്സ് പൈസ കൊടുക്കുന്നത്. പിന്നെ BJP പ്രതിനിധിയോട് ശരി, ആരെ വീട്ടിലത്തെ പൈസയല്ല, ഈ രാജ്യത്തിന്റെ പൈസയാ. അതെ, സംശയം എന്താ? നിങ്ങൾ തമ്മിലില്ല കേട്ടോ. അങ്ങോട്ടേയുള്ള ഈ അമൃത് പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. 550 കോടി രൂപ എന്ന് പറഞ്ഞു. അത് എവിടെ നിന്നാണ് ഇവർക്ക് ഈ കണക്ക് കിട്ടിയത്? 5 വർഷം 150 കോടി രൂപയാണ് അമൃത് പദ്ധതി കൊടുക്കുന്നത്. ആ അമൃത് പദ്ധതി വിഹിതം എങ്ങനെയാണെന്ന് കൃത്യമായി വ്യക്തമാക്കിയാൽ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധ്യമുണ്ട്. ചോദിക്കട്ടെ, അമൃത് പദ്ധതിയിൽ എത്ര തന്നു നിങ്ങൾ പറ. അയാൾ പറഞ്ഞ 550 തെറ്റാന്ന് കൂട്ടിക്ക, വാദത്തിന് സമ്മതിച്ചു. എത്രയാ നിങ്ങൾ പറ? 150 കോടി. 150 കോടി 5 വർഷം. പിന്നെ ആളെ കൗളിപ്പിക്കാൻ പറഞ്ഞാണോ? ആളെ കൗളിപ്പിക്കാൻ പറഞ്ഞാണോ? വികസനത്തെ കുറിച്ചാണ് പറഞ്ഞത്. എങ്ങനെയാണ് 150 കോടി ആവുക? ആളെ കൗളിപ്പിക്കാൻ പറഞ്ഞാണോ? ആയിരക്കണക്കിന് ആൾക്കാർ അവരാണ് തെറ്റായ വാദം പറഞ്ഞത്. അത് എങ്ങനെ ആ വികസനത്തെ കുറിച്ച് മധു ആ വിഹിതം എങ്ങനെ അതിന് വിഹിതം എങ്ങനെയാണ്? പറയട്ടെ, നിങ്ങളെന്ത് തലശ്ശേരി മാഹിക്കുടി ബൈപ്പാസ്
തലശ്ശേരി മാഹി ബൈപ്പാസിലൂടെയല്ലേ വന്നത്? 1977 മൊറാർജി ദേശായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായപ്പോഴാണ് ഭൂമി ഏറ്റെടുത്ത്. അന്ന് ഒരു പക്ഷേ താങ്കൾ ജയിച്ചിട്ടുണ്ടാവില്ല. ഇവർ രണ്ടുപേരും കൂടി കേന്ദ്രം ഭരിച്ചു. 9 മന്ത്രിമാർ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ ബൈപ്പാസ് നിൽക്കുന്ന അവിടുത്തെ MP മന്ത്രിയായി. എന്തേ വന്നില്ല? നിതിൻ ഗഡ്കരി നരേന്ദ്രമോദി വന്നപ്പോഴാണ് ആ ബൈപ്പാസ് വന്നത്. മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുമ്പോഴാണ് ഈ സ്ഥലം ഏറ്റെടുക്കാൻ ബന്ധപ്പെട്ട് ആളുകൾക്ക് വേണ്ട പണം കൊടുക്കാൻ കൃത്യമായ കോമ്പൻസേഷൻ കൊടുക്കാൻ നിയമം പാസാക്കി. എന്നിട്ടാണ് സ്ഥലം ഏറ്റെടുക്കാനുള്ള തീരുമാനം. 2016 പിണറായി അധികാരത്തിൽ വന്നപ്പോ ഇവരുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. എന്താണെന്നറിയോ? പിണറായി വിജയനെ ഞാൻ അംഗീകരിക്കും. എന്തൊക്കെ നടത്തിയാൽ ദേശീയപാതക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ മുടങ്ങിപ്പോയിരിക്കുന്നു. അത് നടപ്പിലാക്കാൻ ഏറ്റെടുത്ത് കൊടുക്കാൻ പിണറായി വിജയന് കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അംഗീകരിക്കും. അംഗീകരിച്ചോ? നിങ്ങൾ അംഗീകരിച്ചോ? പിണറായി ഏറ്റെടുത്ത് കൊടുത്തോ? ചോദിക്കട്ടെ. രണ്ടാമത്തെ കാര്യം കോർപ്പറേറ്റഡ് എന്ന് പറഞ്ഞില്ലേ? ആര് പറഞ്ഞു? നിതിൻ ഗഡ്കരി പറഞ്ഞു. പിണറായി സർക്കാർ സഹകരിച്ചു. ദേശീയപാത പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെങ്കിൽ അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, പിണറായി സർക്കാർ സഹകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞോ? പെട്ടെന്ന് ചോദ്യം ഞാൻ ചോദിച്ചില്ല. നിങ്ങൾക്ക് ആർക്കും മൈക്ക് വേണ്ടതെന്ന് പറഞ്ഞോ? ഈ ചോദ്യം കഴിഞ്ഞിട്ട് മാധു ഇവിടെ ദസറക്ക് വന്ന് പരിപാടി പങ്കെടുത്ത് മുഖ്യാതിഥിയാ. അന്ന് കണ്ണൂർ നഗരം എങ്ങനെയായിരുന്നു? ആ ദസറ നടത്തിയ കണ്ണൂർ കോർപ്പറേഷനാ. ഈ എല്ലാ വർഷവും ആയിരക്കണക്കിന് ആളുകൾ ഈ നഗരവീതിയിൽ കടന്നു വരുമ്പോൾ സ്വാഭാവികമായും കണ്ണൂർ നഗരം പോലീസിനെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കേസ് കണ്ണൂരിൽ CPM സ്ഥാനാർത്ഥി അടക്കം 2 പേർക്ക് 20 വർഷം കഠിന തടവ്. നിങ്ങളെ സ്ഥാനാർത്ഥികളുടെ ക്വാളിഫിക്കേഷൻ ഭയങ്കര ആളൊക്കുന്ന കേസിലെ മമ്പർ നിവാരണില്ലേ? മകളെ കല്യാണത്തിന് മമ്പർ ദിവാന്റെ കല്യാണത്തിന് പിണറായി വിജയൻ പോയി ആശീർവദിച്ചു. എന്ത് പറയുന്നു? നവീൻ ബാബു, ഞാൻ ചോദിക്കാം, നിങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിന്റെ നിങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ നമുക്ക് പ്രാദേശികമായി മകളെ കല്യാണത്തിന് ADM നവീൻ ബാബുവിന്റെ കേസ് അന്വേഷിച്ച് ACP അടക്കം നിങ്ങൾ LDFന്റെ സ്ഥാനാർത്ഥി. ഇങ്ങനെയുള്ള ക്രിമിനൽ ഒരു കുടുംബത്തിന്റെ കല്യാണങ്ങൾ പോകാറില്ല. വിവാദങ്ങൾ മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയും തർക്കവുമായത്. വളരെ നന്ദി. പഞ്ചായത്ത് അംഗം നാളെ കോഴിക്കോട്.